കോടതിയും നിയമവും നമുക്ക് അനുകൂലമായി മാളൂനെ നമുക്ക് വിട്ടുകിട്ടണം. അവളിൽ അവകാശം പറഞ്ഞ് അവർക്കാർക്കും ഈ പടി കയറി വരാൻ പറ്റരുത്. നീ പറഞ്ഞതുപോലെ ഒരാളെ അവരുടെ വീടിന്റെ അടുത്ത് നിരീക്ഷിക്കാൻ ഏർപ്പാടാക്കണം. എപ്പോഴെങ്കിലും ഗംഗയോടൊപ്പം അവൾ പുറത്തുപോയാ അവളെ തട്ടിയെടുത്ത് 1-2 ദിവസം സുരക്ഷിതമായി താമസിപ്പിക്കണം. ആ സംഭവം പോലീസ് കേസാക്കണം. ആ തെളിവ് മതി ഗംഗയുടെ അടുത്ത് മാളു സേഫ് അല്ലാന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ. അത് ശരിയാ. ആ ഒരു പോയിന്റ് വെച്ച് കുഞ്ഞിനെ നമുക്ക് നിയമപരമായി തന്നെ സ്വന്തമാക്കാം. കുഞ്ഞിനെ തട്ടിയെടുത്ത് സൂക്ഷിക്കുന്ന 2 ദിവസവും അവളെ വേദനിപ്പിക്കാതെയും അധികം കഷ്ടപ്പെടുത്താതെയും നോക്കണം. കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് സുരക്ഷിതമായി അവളെ തിരിച്ചെത്തിക്കുകയും വേണം. അമ്മ പറഞ്ഞ നല്ലൊരു ഐഡിയ ആണ്. നമുക്ക് ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? അവരുടെ വീടിന് മുന്നിൽ നിരീക്ഷിക്കാനായിട്ട് ഞാനൊരാളെ ഏർപ്പാടാക്കാം. ശരി. നീ എന്തിനാടാ മാഡത്തിനെ കൊല്ലാൻ നോക്കിയത്? പറ നകുൽ, ഞാൻ നിന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ എന്നെ കൊല്ലാൻ നോക്കിയത്? അത് ഞാൻ ഈ ചെയ്തെല്ലാം ഗംഗയ്ക്ക് വേണ്ടിയാ. ഗംഗയ്ക്ക് വേണ്ടിയോ? അതെ, ഗംഗ എനിക്ക് കിട്ടാൻ വേണ്ടിയാ ഞാൻ ഇതൊക്കെ ചെയ്തേ. മഹിയുടെ അമ്മ മരിച്ച മഹി ഗംഗ ഉപേക്ഷിക്കും. അപ്പോ എനിക്ക് ഗംഗയെ സ്വന്തമാക്കാൻ കഴിയും. എനിക്ക് ഗംഗയില്ലാതെ ജീവിക്കാൻ വയ്യ. എനിക്ക് ഗംഗ അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇവനെ കൊണ്ടുപോകണം സാറേ. നടക്കണം അങ്ങോട്ട്. നിന്നെ പോലുള്ള ഭ്രാന്തന്മാരാ ഈ നാടിന്റെ ശാപം. നടക്കണം അങ്ങോട്ട്. എല്ലാത്തിനും ഇവൾ ഒറ്റ ഒരുത്തിയ കാരണം. ഇവളെനിക്ക് വിഷം കലക്കി തന്നു. എന്നിട്ട് ഞാൻ മരിക്കാത്തത് കൊണ്ട് അവളുടെ ആദ്യത്തെ കാമുകനെ എന്നെ കൊല്ലാനും ഏൽപ്പിച്ചു. അമ്മയുടെ ജീവൻ രക്ഷിച്ചത് ഞാനല്ല, ഗംഗയാ. ഉറക്കത്തിലായിരുന്ന അമ്മയെ നകുല് കൊല്ലാൻ ശ്രമിച്ചപ്പോ ആദ്യം ഒന്ന് തടഞ്ഞത് ഗംഗയാ. അതിനുശേഷമാണ് ഞാൻ എത്തിയത്. ഗംഗയ്ക്ക് ജ്യൂസിൽ വിഷം ചേർത്ത് അമ്മയെ ഇല്ലാതാക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുന്ന് അതിശയിപ്പിച്ച് ആട്ടി ഇറക്കിവിട്ട് ഗംഗ അമ്മയെ രക്ഷിക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അമ്മയ്ക്ക് ഗംഗ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ആരും അതിൽ ഗംഗ അറിയാതെ വിഷം ചേർത്തിട്ടുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കണം. അത് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. നിന്റെ നിരപരാധിത്വം ഞാൻ തെളിയിച്ചിരിക്കും. ഗംഗ, മഹേട്ടൻ എന്നെ മനസ്സിലാക്കിയല്ലോ, എനിക്കത് മതി.